അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ ഇല്ലയോ? ഇതായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ലോകം ശ്രദ്ധയോടെ നോക്കിയിരുന്നത്. എല്ലാം സജ്ജമായിരുന്നു. ഫൈറ്റർ ജെറ്റ്സ്, ബോംബേഴ്സ്, മിലിറ്ററി അസറ്റ്സ് എല്ലാം സ്റ്റാൻഡ് ബൈ. പക്ഷെ അവസാന നിമിഷം ഡൊണാൾഡ് ട്രംപ് ഒരു തീരുമാനമെടുത്തു. അറ്റാക്ക് ഇല്ല, ഡിസ്കഷൻസ് മതി. വാഷിംഗ്ടണിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ആ ഉത്തരവ് വന്നു, സ്റ്റോപ്പ് ദി അറ്റാക്ക്. അതെ, ഡൊണാൾഡ് ട്രംപ് പെട്ടെന്നൊരു യു ടേൺ എടുത്തിരിക്കുന്നു. ദിവസങ്ങളോളം തുടർച്ചയായിട്ട് ആക്രമണം നടത്തുകയും ഇറാനെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് ആക്രോശിക്കുകയും ചെയ്ത ട്രംപ് ഒടുവിൽ ഇറാനെതിരെയുള്ള വ്യോമാക്രമണം നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ട്രംപ് പെട്ടെന്ന് അയഞ്ഞത്? ഗൾഫ് രാജ്യങ്ങൾ ഇടപെട്ടത് കൊണ്ടാണോ, അതോ അമേരിക്കയുടെ പക്കലുള്ള അഡ്വാൻസ്ഡ് മിസൈലുകൾ തീർന്നുപോയോ? ഇറാൻ മുന്നോട്ട് വെച്ച 3 കടുത്ത വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? പരിശോധിക്കാം. 2 ആഴ്ചയോളം നീണ്ടുനിന്ന കടുത്ത യുദ്ധസമാനമായ അന്തരീക്ഷത്തിനും മിസൈൽ ആക്രമണങ്ങൾക്കും ശേഷമാണ് പെട്ടെന്നൊരു 3 ദിവസത്തെ പോസ്, ഒരു സസ്പെൻഷൻ ട്രംപ് പ്രഖ്യാപിക്കുന്നത്. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരാനും നയതന്ത്ര ചർച്ചകൾക്ക് ഒരു അവസരം നൽകാനുമാണ് ഞാൻ ആക്രമണം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നത്. ഇതായിരുന്നു ട്രംപിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ കാര്യം അവിടെ തീരുന്നില്ല. ഈ തീരുമാനത്തിന് പിന്നിൽ വലിയൊരു അന്താരാഷ്ട്ര നയതന്ത്ര സമ്മർദ്ദമുണ്ട്. ട്രംപിന്റെ മനസ്സ് മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഗൾഫ് കൺട്രീസ് നടത്തിയ ഇന്റൻസ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഇന്റർവെൻഷൻ ആണ് എന്നാണ് നിരവധി അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പറയുന്നത്. സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഒമാൻ ഇവരെല്ലാവരും അമേരിക്കയുമായിട്ട് തുടർച്ചയായിട്ട് ബന്ധപ്പെട്ടു. അവരുടെ പ്രധാന ആശങ്ക ഒരേ ഒരു കാര്യമായിരുന്നു, യുദ്ധം ഒരിക്കൽ തുടങ്ങിയാൽ അത് ഇറാനും അമേരിക്കയും തമ്മിൽ മാത്രം നിൽക്കില്ല, മുഴുവൻ ഗൾഫ് റീജിയൻ അതിന്റെ ആഘാതം നേരിടേണ്ടി വരും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ, ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി എന്നിവർ ട്രംപുമായിട്ട് നേരിട്ട് സംസാരിച്ചു. ഇനി എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ ഇടപെട്ടത് എന്ന് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് പറയേണ്ടത് എണ്ണവിലയും സാമ്പത്തിക സുരക്ഷിതത്വവുമാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അടഞ്ഞു പോയാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെയും ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും തകിടം മറിക്കും. ഇനി രണ്ടാമതായിട്ട് മേഖലയിലെ സുരക്ഷ. യുദ്ധം കൊടുമ്പിരി കൊണ്ടാൽ ഇറാൻ തങ്ങളുടെ ഭൂപ്രദേശങ്ങളുടെ അമേരിക്കൻ ബേസുകളെയും മധ്യപൂർവേഷ്യ, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെയും ലക്ഷ്യമിടുമെന്ന് ഭയന്നിരുന്നു. ഇറാനുമായിട്ട് ചർച്ച നടത്താൻ ഒരു അവസരം നൽകണമെന്നും ആണവ കരാറിലേക്ക് എത്തുവാൻ തങ്ങൾ മധ്യസ്ഥത വഹിക്കാമെന്നും ഈ രാജ്യങ്ങൾ ട്രംപിന് ഉറപ്പ് നൽകി. എന്നാൽ ഇതിനിടയിലാണ് അമേരിക്കൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത്. US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അമേരിക്കൻ സൈന്യം ലക്ഷ്യമിട്ട പ്രധാന ഇറാനിയൻ കേന്ദ്രങ്ങളിൽ മിക്കവയിലും ആക്രമണം പൂർത്തിയായി കഴിഞ്ഞു. അതിലും പ്രധാനം അമേരിക്കയുടെ മുൻനിര പ്രതിരോധ സംവിധാനമായ പേട്രിയോട്ട് ഇന്റർസെപ്റ്റർ മിസൈൽസിന്റെ ശേഖരം വേഗത്തിൽ കുറയുകയാണ്. ഇറാനിൽ നിന്നുള്ള മിസൈൽ മഴയെ ചെറുക്കാൻ അമേരിക്കൻ ആയുധ ശേഖരം പരീക്ഷണത്തിലായി. പക്ഷെ ട്രംപ് ഇതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് നോക്കുമ്പോൾ ഈ വാർത്തകളെ ട്രംപ് തള്ളിക്കളഞ്ഞു. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, അമേരിക്കയിൽ ആയുധങ്ങൾക്ക് യാതൊരു ക്ഷാമവുമില്ല, ഞങ്ങളുടെ വശത്ത് മരുന്ന് അടിഞ്ഞു കിടപ്പുണ്ട്. സത്യത്തിൽ ഇറാന്റെ പക്കലാണ് മിസൈലുകൾ തീർന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ആയുധക്ഷാമത്തെ നിഷേധിച്ചുവെങ്കിലും പെന്റഗണിന് വലിയൊരു യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യമില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് ഇറാന്റെ ഭാഗത്തേക്ക് വരാം. ആക്രമണങ്ങൾ നിർത്തിവെച്ചതോടെ ഇറാൻ ചുമ്മാതെ ഇരിക്കുകയല്ല. ഇറാൻ ആർമി തങ്ങളുടെ റിറ്റാലിയേറ്ററി ഡിറ്ററൻസ്, അതായത് തിരിച്ചടിയിലൂടെയുള്ള പ്രതിരോധം എന്ന തന്ത്രമാണ് പുറത്തെടുത്തത്. അതായത് ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ തിരിച്ചു തല്ലും, സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന സന്ദേശം. അതോടൊപ്പം സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ 3 കർശന നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. 1, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിന്റെ നിയന്ത്രണം. ലോകത്തിലെ 20% എണ്ണ പോകുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിൽ ഇറാൻ പറയുന്ന സുരക്ഷാ വ്യവസ്ഥകൾ പാലിക്കണം. 2, തടഞ്ഞുവെച്ച ഫണ്ടുകൾ റിലീസ് ചെയ്യണം, ഫ്രോസൺ അസറ്റ്സ് റിലീസ് ചെയ്യാൻ. ഉപരോധങ്ങൾ കാരണം വിവിധ ബാങ്കുകളിൽ മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ ബില്യൺ കണക്കിന് ഡോളർ അസറ്റുകൾ അമേരിക്ക വിട്ടു നൽകണം. 3ാമത്തെ കണ്ടീഷൻ, ഉപരോധങ്ങൾ മാറ്റണം. അതുപോലെ നയതന്ത്ര പദവി. ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുകയും ആണവ പദ്ധതി പൂർണ്ണമായിട്ട് നിർത്തിവയ്ക്കാൻ അടിച്ചേൽപ്പിക്കാതിരിക്കുകയും ചെയ്യണം. അപ്പോൾ യുദ്ധം അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. മിലിറ്ററി എക്സ്പേർട്സ് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അറ്റാക്ക് പോസ് ചെയ്തതുകൊണ്ട് ക്രൈസിസ് അവസാനിച്ചു എന്ന് കരുതരുത്. അമേരിക്കൻ ഫോഴ്സസ് ഇപ്പോഴും ആ ഒരു പ്രദേശത്ത് ഡിപ്ലോയിഡ് ആണ്. നേവൽ അസറ്റ്സ് ഉണ്ട്, എയർ പവർ, മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് എല്ലാം ഹൈ അലേർട്ട് മോഡിലാണ്. അതായത് പോസ് ഉണ്ട്, പക്ഷെ അപകടം ഒഴിഞ്ഞിട്ടില്ല. ട്രംപ് ആ ഒരു താൽക്കാലിക ബ്രേക്ക് പ്രഖ്യാപിച്ചെങ്കിലും തന്റെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനോടും അതുപോലെ സൈനിക കമാൻഡേഴ്സിനോടും ഉയർന്ന ജാഗ്രത പുലർത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്.
ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു ഫുൾ സ്കെയിൽ അസോൾട്ട് അല്ലെങ്കിൽ ഒരു വമ്പൻ ആക്രമണത്തിന് സൈന്യം എപ്പോഴും സജ്ജമായിരിക്കണം, അഥവാ ലോക്ക്ഡ് ആൻഡ് ലോഡഡ് ആയിരിക്കണം എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനും അതുപോലെ മിലിറ്ററി പ്രിപ്പയർഡ്നെസ് കുറച്ചിട്ടില്ല. മിസൈൽ യൂണിറ്റ്സ്, എയർ ഡിഫൻസ്, നേവൽ ഫോഴ്സസ് എല്ലാം അലേർട്ട് മോഡിൽ തന്നെയാണ്. ഇത് ശരിക്കും ഈ ഒരു നെഗോസിയേഷൻസ് നടക്കുമ്പോഴും ഇരുവശവും ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്ലാസിക് സ്ട്രാറ്റജി ആണ് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് വാഷിംഗ്ടണും തെഹ്റാനും തമ്മിൽ ബാക്ക് ചാനൽ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എങ്കിലും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ ചില എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇപ്പോഴും ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ഈ സമാധാനം ഒരു നൂൽപാലത്തിന് മുകളിലാണ് നിൽക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് ട്രംപിന്റെ യഥാർത്ഥ സമാധാന ശ്രമമാണോ അതോ ആയുധശേഖരം പുനഃസംഘടിപ്പിക്കാൻ ഗൾഫ് സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഇടവേളയാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഇപ്പോൾ യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കാം, പക്ഷേ അത് സമാധാനം ഉറപ്പായി എന്നല്ല. ഇപ്പോൾ നടക്കുന്നത് മിസൈൽസിന്റെ യുദ്ധത്തെക്കാൾ അപകടകരമായ ഒരു ഡിപ്ലോമസിയുടെ യുദ്ധമാണ് എന്ന് പറയണം. ഒരു മീറ്റിംഗ് വിജയിച്ചാൽ ലോകം വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ അത് പരാജയപ്പെട്ടാൽ ഇന്നത്തെ ഈ ഒരു പോസ് നാളത്തെ ഒരു വമ്പൻ യുദ്ധത്തിന്റെ ട്രെയിലർ മാത്രമായിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.